സ്മാർട്ടപ്പ് ഇതാ 10ാം വർഷത്തിലേക്ക്. 10ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഞങ്ങൾ 3 പുതിയ ബ്രാഞ്ചുകളാണ് കൊച്ചിക്കാർക്കായി അവതരിപ്പിക്കുന്നത്. കപ്പലണ്ടിമുക്ക്, മൂലങ്കുഴി, MLA റോഡ്, നമ്പ്യാപുരം ഇവിടങ്ങളിലാണ് ഞങ്ങളുടെ പുതിയ ബ്രാഞ്ചുകൾ എത്തുന്നത്. 5 മുതൽ +2 വരെയുള്ള എല്ലാ ക്ലാസുകളിലേക്കും ഏപ്രിൽ 3 മുതൽ അധ്യയന വർഷം ആരംഭിക്കുന്നതാണ്. അഡ്മിഷനു വേണ്ടി ചുവടെ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. പ്രമുഖ പാൽ സംഭരണ വിതരണ പ്രസ്ഥാനമായ PDDP സുവർണ ജൂബിലി ആഘോഷിക്കും. അതിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുകയാണ്. എറണാകുളം അങ്കമാലി അതിരൂപത ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ ജോസഫ് പാറക്കാട്ടിൽ തിരുമേനി രക്ഷാധികാരിയായിരുന്ന സോഷ്യൽ വെൽഫെയർ സർവീസിന്റെ സെക്രട്ടറിയായി 1973 പ്രവർത്തിക്കുമ്പോഴാണ് റവറൻ ജോസഫ് മട്ടുമന പശുവളർത്തൽ പദ്ധതിക്ക് രൂപം നൽകുന്നത്. തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് മട്ടുമനയച്ചന് താങ്ങും തണലുമായി ജോസഫ് പാറക്കാട്ടിൽ തിരുമേനിയുടെ പ്രോത്സാഹനവും സഹായവുമായിരുന്നു. അങ്ങനെ എളിയ തോതിൽ ഫാദർ നിർലോഭമായ ജോസഫ് മട്ടുമന തുടങ്ങിവെച്ച ചെറിയ പ്രസ്ഥാനം ജാതി മത വർണ്ണഭേദമന്യേ അതിന്റെ പ്രയാണം ആരംഭിച്ചിട്ട് 50 വർഷം പൂർത്തീകരിക്കുകയാണ്. ആവശ്യരും പാവപ്പെട്ടവരുമായ സാധാരണ ക്ഷീരകർഷകരെ കൈപിടിച്ചുയർത്തുക എന്ന ലക്ഷ്യമാണ് PDDP അഥവാ പീപ്പിൾസ് ഡയറി ഡെവലപ്മെന്റ് പ്രൊജക്ടിനുള്ളത്. എറണാകുളം അങ്കമാലി അതിരൂപത നിയമിക്കുന്ന വൈദികരായ ചെയർമാനും വൈസ് ചെയർമാനും ചെയർമാൻ നോമിനികളായി നിയമിക്കപ്പെടുന്ന 2 ബോർഡ് അംഗങ്ങളും കൂടാതെ മധ്യകേരളത്തിൽ പ്രവർത്തിക്കുന്ന 200ഓളം വരുന്ന പ്രാഥമിക സംഘങ്ങളിലെ ഭരണസമിതിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 9 ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ഭരണ സംവിധാനമാണ് ഉള്ളത്. 50 വർഷങ്ങൾക്കിപ്പുറം പാൽ ഉൽപ്പന്ന വിപണിയിലും അനുബന്ധ മേഖലയിലും PDDP മുന്നേറുകയാണ്. സംഭരണത്തിൽ മിച്ചം വരുന്ന പാൽ പൊടിയാക്കി മാറ്റുന്നതിന് PDDP സ്ഥാപിച്ച് കാര്യക്ഷമമായി പ്രവർത്തിച്ചു വരുന്ന പാൽപ്പൊടി പ്ലാന്റ് കേരളത്തിൽ തന്നെ മറ്റാർക്കുമില്ലാത്തതാണ്. ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ശനിയാഴ്ച ഉച്ചയ്ക്ക് 11 മണിക്ക് കാലടി കുറ്റിലക്കരയിലുള്ള പ്ലാന്റ് അങ്കണത്തിൽ വെച്ച് കേരള ഹൈക്കോടതി ജഡ്ജി മേരി ജോസഫ്, ബിഷപ്പ് എമിറേറ്റ്സ് മാർ തോമസ് ചാക്യത്ത് എന്നിവരുടെ സാന്നിധ്യത്തിൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് PDDP ചെയർമാൻ തോമസ് പങ്ങാട്ട്, വൈസ് ചെയർമാൻ ഫാദർ ബിജോയ് പാലാട്ടി, സെക്രട്ടറി AC ജോൺസൺ, ട്രഷറർ OP മത്തായി എന്നിവർ അറിയിച്ചു. ബ്യൂറോ കാലടി.